യുവജനങ്ങളെ, നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് നൽകുവാനായി, ആ ഒരു ഉദ്ദേശം നിങ്ങളുടെ മേൽ നൽകുവാനായി ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് ഹോപ്പ് TV ഒരു പ്രോഗ്രാം നിങ്ങൾക്കായി ഒരുക്കുകയാണ്. ദൈവിക പദ്ധതി യുവജനങ്ങൾക്ക് വേണ്ടി. ഈ പ്രോഗ്രാം നിങ്ങളേവരും മറക്കാതെ കാണുക. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടിയുണ്ട് എന്ന് അരുളിച്ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഗോഡ്സ് പ്ലാൻ ഫോർ യൂത്ത് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്വാഗതം. ഒരുപക്ഷെ നിങ്ങളേവരും ഏറ്റവും അധികമായി കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്, ഒരു വിഷയമാണ് നാം ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ഡോക്ടർ അനുരാധ സുനിൽ, ഒരു ഡെന്റൽ സർജനായിട്ട് 26 വർഷങ്ങളായി കഴിഞ്ഞ് ഒറ്റപ്പാലം സ്വദേശത്ത് സേവനം അനുഷ്ഠിക്കുകയാണ്. പ്രിയമാന്യ വ്യക്തി നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. വി വെൽക്കം യു മാം. ദൈവത്തിൻ്റെ പദ്ധതി, യുവജനങ്ങൾക്കായുള്ള ദൈവിക പദ്ധതി എന്ന തലക്കെട്ടോടുകൂടി നാം ഒരു വിഷയത്തെ ഇന്ന് ചിന്തിക്കുവാൻ പോകുകയാണ്. വൈസ് മാരേജസ്. ഇന്ന് ലോകത്തുള്ള എല്ലാ യുവജനങ്ങളും പൊതുവെ വേഗത്തിൽ അവരുടെ കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനു മുമ്പോ അവര് മറ്റൊരു സുഹൃത്തുമായി പരിചയപ്പെട്ട് ഇടപെട്ട് അവരെ കണ്ടിഷ്ടപ്പെട്ട് സ്നേഹിച്ച് കല്യാണം കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് കടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ യുവജനങ്ങൾ പണ്ട് കാലത്തെ പോലെയല്ല. പണ്ട് കാലങ്ങളിൽ ധാരാളം അറേഞ്ച്ഡ് മാരേജസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പൊതുവെ അവർ തന്നെ സ്വയം തിരഞ്ഞെടുത്ത് കല്യാണ ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പക്ഷേ ഈ ടോപ്പിക്കിൽ നമ്മൾ കാണുന്ന പ്രത്യേകത വൈസ് മാരേജസ്. എന്താണ് ഈ ടോപ്പിക്കിന്റെ പ്രത്യേകത? പ്രത്യേകിച്ചും ദൈവഹിതമനുസരിച്ച് യുവജനങ്ങൾക്ക് വേണ്ടതായ പ്ലാൻ എന്താണ്? വൈസ് പറഞ്ഞ കുറച്ച് ശ്രദ്ധിച്ചിട്ട്, കുറച്ച് ആലോചിച്ചിട്ട്, കുറച്ച് പിടിപ്പ് വെച്ചിട്ട് ഇത് ശരിയുണ്ടോ ഇല്ല ആലോചിച്ചിട്ട് പിന്നെ ഡിസൈഡ് ചെയ്തിട്ട് പിന്നെ go ahead. So wisdom is needed when you choose a spouse. And that wisdom will help you to think before you rush into marriage. Should not rush. See, ഈ കാലത്തിൽ എന്താ, അത് സ്നേഹമാണോ അല്ലെങ്കിൽ ഇൻഫാച്വേഷൻ ആണോ, അത് എന്താ ഒരു ലസ്റ്റ് ആണോ, അത് എന്താണെന്നറിയോ, ഇൻഫാച്വേഷൻ ലസ്റ്റ്. യെസ്. So they have to be very careful. So serious marriage ഒരു സീരിയസ് വിഷയമാണ്. എന്താണ് ഈ വ്യക്തി, അത് മാത്രമല്ല ഒരു ലോകത്തില് നാം എല്ലാവരും പല സാധനങ്ങളും ലോകത്ത് വാങ്ങാറുണ്ട്. വീട് വെക്കാറുണ്ട്, ഗ്ലാസ് വാങ്ങാറുണ്ട്, ഷർട്ട് പാൻ്റ് ഒക്കെ മേടിക്കാറുണ്ട്. പക്ഷേ the greatest choice a person can ever make in his life is the choice of a spouse. Yes. കാരണം it can spoil your life. It can make you a heavenly life with you. അപ്പോൾ ശരിക്കും ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ they must be so careful. പക്ഷേ they are not careful. The young people are not careful when they make this choice. They very easily they go and choose by looking at the face. ഒരുപക്ഷെ എൻ്റെ പഴയ ജീവിതങ്ങളിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, just by looking at the face. If the girl is beautiful, okay, I will just go ahead. പക്ഷേ after marriage they will realize, oh, it was not. Beauty is only skin deep. അപ്പോൾ ശരിക്കും നമ്മുടെ യുവജനങ്ങൾ they need some training. പ്രത്യേകിച്ചും in choosing a spouse. Yes. Before that, young Christian boys and girls should start praying for a good spouse from the age of 17 or 18. That is when they've just got into college maybe, and they are meeting new people all around, and they're just getting mature. The government is recognizing that they are going to be adults at age 18, I think. Even in India, that is the legal age after which you can take your own decision to get married. So they must start, and we don't get married so early.
like some communities do. Okay. So അത് മാത്രം ശരിക്കും ഇന്നൊരു കൾച്ചറായിട്ട് മാറുന്നു. ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഇല്ലാത്ത ആര് ചോദിക്കും യു ഡോണ്ട് ഹാവ് എ ബോയ് ഫ്രണ്ട് വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ആർ യു? നെഗറ്റീവ് യു ഡോണ്ട് ഹാവ് എ ഗേൾ ഫ്രണ്ട് വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ആർ യു? ആ ഒരു കൾച്ചറായിട്ട് ഇന്ന് പൊതുവെ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം സോ പ്രാർത്ഥിക്കാൻ തുടങ്ങണം, ആലോചിക്കണം എനിക്ക് എങ്ങനത്തെ സ്പൗസ് വേണം. ഒരു പുരുഷനുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യ ഇങ്ങനത്തെ വേണം, ഇങ്ങനെ കാണണം, ഈ സ്വഭാവം വേണം, ഈ സ്വഭാവം വേണം. അതിൽ ശരിക്ക് മെയിൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് trait or character that a spouse should have is he or she should be first God-fearing. Okay. ദൈവഭയമുള്ള വ്യക്തികളെ Because നമ്മൾ what happens is when that പ്രധാനമായും. is there, everything else falls into place. Okay. The character falls into place, the behavior falls into place, because we are accountable to God, and we will follow what He says in the Bible. Okay. As to what we should do, how we should behave, what we should eat, what we should drink, how we should work, how we should raise the family, how we should behave with elders. Everything is set out for us. Okay. Once we are attached and rooted to God, the rest will follow. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് എൻ്റെ പ്രായത്തിലുള്ളതായ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് വിവാഹത്തിനു വേണ്ടി ഒരുങ്ങുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്രകാരം നിങ്ങളൊരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നേരത്തെ നാം ചിന്തിച്ചതുപോലെ ഏറ്റവും വിലയേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ നടത്തുന്നത്. ഒരു തെറ്റ് അതിൽ പറ്റിപ്പോയാൽ ഒരിക്കലും തിരിച്ച് നമുക്ക് മടങ്ങി ചെല്ലുവാൻ സാധിക്കാതെ വണ്ണം മുറിവുകൾ ഏൽക്കുവാൻ നമുക്ക് സാധ്യതകളുകൊണ്ട് നാം വളരെ കെയർഫുള്ളായി, വളരെ ശ്രദ്ധയോടെ, വളരെ പ്രാർത്ഥനയോടെ നാം എടുക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാകയാൽ വളരെ ബുദ്ധിപരമായി നാം അതിനെ കൈകാര്യം ചെയ്യുക. അപ്രകാരം ഈ പ്രോഗ്രാം കേട്ടിട്ട്, ഈ പ്രോഗ്രാം കണ്ടിട്ട് പ്രാർത്ഥനയോടുകൂടി, ഒരുപക്ഷെ ഇന്നുവരേക്കും ഒരു പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചിട്ടില്ല എങ്കിൽ, let them start praying. Yeah, definitely. Maybe by watching this program. Let Yes. them start right away. Yes. അവർക്ക് ആ പ്രാർത്ഥിക്കുമ്പോൾ they must be specific. I think it's good to be specific because God is very specific. Yeah. He will give you exactly what Yeah, tell the Lord what kind of girl person you maybe. want. No, the thing is, first of all, he or she should be God-fearing. Okay. And the characteristics that you want in your mate should be according to God's will. Okay. He's not Because going I to know give you- there are many young people, ദൈവത്തോട് പ്രാർത്ഥിച്ചു, വെറും പ്രാർത്ഥനയല്ല, എനിക്ക് ഇന്ന ആളെ, ഇങ്ങനത്തെ മനുഷ്യന്, ഇന്ന സ്വഭാവമുള്ള, ഇത്ര ഹൈറ്റുള്ള, ഇത്ര ഇതെല്ലാം എഴുതി വെച്ച് ദിവസവും ഈ കാര്യത്തിനോട് പ്രാർത്ഥിക്കുന്നവർക്ക് miraculously God had provided. Exactly the same. Exactly. Yes. Look at that. It's an a miracle. amazing thing. It's miracle. Yeah, it is a miracle. Actually, it's not a miracle. Actually, it is not a miracle. We feel it's a miracle. For God, it's nothing. Yeah. See, for God, it's nothing. But if we are God-fearing, But we for us, ask it the is a Lord- miracle. Of course, and it will happen. It can happen to each and every young person. If they should be God-fearing, they should ask the Lord for somebody who is pleasing and acceptable in the sight of the Lord for them. And God will bring that person. തീർച്ചയായും. Yeah. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവം അവര് ആരംഭത്തിലെ വളർത്തിയെടുക്കുവാനായിട്ട് ദൈവം അവരെ തീർച്ചയായിട്ടും സഹായിക്കട്ടെ. ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ട സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വേഗത്തിൽ നമുക്ക് ഈ ചർച്ചയിലേക്ക് മടങ്ങി വരാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. പ്രത്യേകിച്ച് നാം ഇന്ന് ഇപ്പോൾ കേൾക്കുന്ന ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മാരേജിനെ കുറിച്ചുള്ളതായ വിഷയം. ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഇപ്പോൾ അവസരമുണ്ട്. ഒരിക്കൽ ആ അവസരം നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊന്നും ചെയ്യുവാൻ സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും ഒരു കാര്യം ശ്രദ്ധിക്കുക. ഹോപ്പ് ചാനൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം, മാരേജ് എ പെർഫെക്റ്റ് പ്ലാൻ ഓഫ് ഗാഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നിങ്ങൾക്കായി നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ, ഞങ്ങളുടെ യൂട്യൂബിൽ നിങ്ങൾ സന്ദർശിക്കുക. അവിടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുള്ളവർ ആ സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുക. ആ വിഷയം, ആ വീഡിയോസ് നിങ്ങൾ കാണുക. വീണ്ടും ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ നാം പ്രത്യേകിച്ച് പറയുകയാണ്, വളരെ പ്രാർത്ഥനയോടുകൂടി എങ്ങനെയുള്ള വ്യക്തിയെ വേണം,
എപ്രകാരമുള്ള വ്യക്തിയെ വേണമെന്ന് ദൈവത്തോട് പ്രാർത്ഥനയിലൂടെ ആവശ്യപ്പെടുക. ദൈവം അപ്രകാരം തരും. അങ്ങനെ ദൈവം കൊടുത്ത ധാരാളം പേരെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ എപ്രകാരമുള്ള ഒരു വ്യക്തിയെ ആണ് ഇപ്പോൾ അവർ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുന്നു, അവർ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നു, ഇതൊക്കെ അവർ ചെയ്യുന്നു. പക്ഷെ എപ്രകാരമുള്ള വ്യക്തിയെ വേണമെന്നായിരിക്കണം അവർ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്? ഒരു 17-18 വയസ്സ് മുതൽ തുടങ്ങാം. അവർ +2 കയറിയിട്ടുണ്ടാവും, ഓർ ജസ്റ്റ് ഫിനിഷിങ്. അപ്പോൾ ദാറ്റ് ഈസ് ദ ടൈം ദേ ഗോയിങ് ടു ഗ്രാജുവേഷൻ, ദേ സ്റ്റാർട്ട് ഗോയിങ് ടു ലേണിംഗ് ലൈഫ് സ്കിൽസ്. അറ്റ് ദ സെയിം ടൈം ദേ ആർ മേക്കിംഗ് ഫ്രണ്ട്സ് വിത്ത് people of the opposite sex in their workplace or in the colleges. So friends also should be chosen with care. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, if they're looking for a spouse, അത് ഗോഡ് ഫിയറിംഗ് സ്പൗസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് വിട്ടിട്ട് നമുക്ക് ബോയ്സ് ഓർ മെൻ should have the characteristics mentioned in, I think, Psalm 128. Yeah, 128 Psalm. 128 Psalm. അത് വായിച്ചാൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു പുരുഷൻ എങ്ങനെയുള്ള ഒരു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായ പുരുഷൻ എങ്ങനെയുള്ളവനാണ് എന്ന് ആ സാംസിൽ, ആ സങ്കീർത്തനത്തിൽ കാണാൻ സാധിക്കും അല്ലേ? അത് കാണണം. പിന്നെ they can look at all biblical characters and see what characteristics they like in the men of the Bible. Okay. If it is a woman who is writing. So അത് നോക്കിയിട്ട് ഈ ക്യാരക്ടറിസ്റ്റിക് വേണം, ആ ക്യാരക്ടറിസ്റ്റിക്, ഇങ്ങനത്തെ സ്വഭാവം വേണം, അങ്ങനത്തെ സ്വഭാവം ലിസ്റ്റ് ആക്കാം. ഡോണ്ട് വറി, ഈവൻ ഇഫ് യു മേക്ക് എ ലോങ് ലിസ്റ്റ്, our heavenly father will give it to you. He has unlimited resources. He will inculcate those features in the man he wants to give it to you. That person will start developing those characters before he comes to you as your groom. And സ്ത്രീയുടെ ഗുണങ്ങൾ എങ്ങനെ? Proverbs 31 the virtuous wife. ഒരു പെൺകുട്ടി എങ്ങനെയായിരിക്കും അതൊക്കെ വായിച്ചാൽ അതിലുണ്ടാവും. ഒരുപക്ഷെ അങ്ങനെയുള്ളവർ വേണമെന്നവർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെയും അവര് ഇപ്പോ ഞാനൊരു പെൺകുട്ടിയാണ്, ഇങ്ങനെയുള്ള ഹസ്ബൻഡിനെ വേണം എന്ന് Psalm 128 വായിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ she should also read Proverbs 31. Yes, she should change herself to be exactly. Oh, that's a brilliant thing you said, Pastor. It is very good. Yes. If she is not that person, she will not get that. Correct. Because it is actually not right. She has to give herself also as an ideal woman to the man whom she wants as an ideal man for her. Because അവള് ആ പെൺകുട്ടി ഒരു പുരുഷന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ she must be also the person of Proverbs 31. Because who knows, some man might be praying for a Proverbs 31. Maybe that person will be praying for her, so that God has brought that person to her. അപ്പോൾ തീർച്ചയായിട്ടും അവൾ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം വചനത്തിൽ പറയുന്ന പ്രകാരമുള്ള ഒരു പെൺകുട്ടിയാകുവാൻ, ഒരു പുരുഷനാകുവാൻ they must strive. വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. So both parties, both boys and girls should start preparing themselves to be the ideal husband or the ideal wife according to the word of God. Yes. So that should start at the age of 17 or 18. പ്രാർത്ഥിക്കുക, എഴുതാ, പിന്നെ ശരിക്കും രണ്ടും both sides എഴുതിയിട്ട്, if I'm a woman, I start looking at the characteristics of the woman who's an ideal woman and start trying to imitate or trying to get those features into myself. And at the same time, I also pray for this man in whom I want all these characters, all these features. The Lord will be with her to help. Yes, the Lord will be with her. She has to be sincere. She has to ask the Lord for help. If you sincerely ask the Lord for help, Pastor, it is amazing how He will give it. He has given me a safety pin when I needed a safety pin. It is amazing. He is, sometimes I wonder, what am I that you are mindful of me, I really wonder that. God, who is the creator, God. Yes, such a mighty very man. Busy person. He is bothered about the safety pin which I need at that particular moment. So He will definitely do it if you ask Him with a sincere heart, അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ യുവജനങ്ങളൊക്കെയും അവർ പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള വ്യക്തികളാകുവാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യട്ടെ. അതോടൊപ്പം അവർ എങ്ങനെയുള്ള വ്യക്തികളാണ് എന്നവർ സ്വയം ചിന്തിച്ച് അവരുടെ ജീവിതങ്ങളെ അപ്രകാരം രൂപാന്തരപ്പെടുത്തുവാനായിട്ട് അവർ തീർച്ചയായിട്ടും തയ്യാറാകട്ടെ. ഇന്ന് പൊതുവെ വിവാഹങ്ങളൊക്കെ പരക്കെ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലോകത്ത് നാം ജീവിക്കുമ്പോൾ we must be so careful. We must be very careful. We must be very responsible. A Christian is supposed to be a responsible human being.
Take control of your life. A person who is so wise. Accountable in for choosing. yourself. Be wise. Be I think responsible is the one word that I find that most of our young people do not have. Okay. Yes. If they start being responsible for everything that they do, that they speak, that they think, that they are, that they plan to do, I think a lot of their problems will be solved. പക്ഷെ പൊതുവെ ഇന്ന് നമ്മളിപ്പോൾ ഇത്രയും സമയം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും പൊതുവെ അവരുടെ തെരഞ്ഞെടുപ്പ് എപ്പോഴും നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടിയാണോ? They will look immediately for the beauty of the girl അല്ലെങ്കിൽ beauty of the person. അതിനാണ് അവർ ടോപ്പ് പ്രയോറിറ്റി. കൂടുതലും നമ്മളെ സൊസൈറ്റിയിലാണ് അത് കൊടുക്കുന്നത്. നമ്മൾ മാട്രിമോണിയൽ അഡ്വർടൈസ്മെന്റ്സ് കണ്ടാലും സൗന്ദര്യമുള്ള കറക്റ്റ്. അപ്പോൾ അതിനൊക്കെയാണ് മറ്റുള്ളവർ കൂടുതൽ താല്പര്യം കൊടുക്കുന്നത്. പക്ഷേ ബ്യൂട്ടി ഓഫ് ദ ഹാർട്ട്, ഇന്നർ ബ്യൂട്ടി ഈസ് നോട്ട് ഈവൻ ടേക്കൺ കെയർ ഓഫ്. കറക്റ്റ്. പക്ഷെ അതില്ലെങ്കിൽ പുറമേയുള്ള ആ സൗന്ദര്യം എത്രത്തോളം ഒരു വ്യക്തിക്ക് ഉണ്ടായാലും the inner beauty is not there within a person, then the marriage life is going to be a hell. Yes. അവര് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നതായ രീതിയിൽ പലപ്പോഴും അവർ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ ശരിക്കും I would like to also say one thing. Inner beauty ആവുമ്പോൾ അത് മുഖംല കാണിക്കും. Because the face is the index of the mind. The inner beauty reflects. Yes, that is one thing. And the person who is looking at me, I may not have beauty as the world sees. But if my heart and my mind and my character is beautiful, it will reflect in my face, and my spouse will find me beautiful. Okay. He will Whether the whole world finds me beautiful or not, my spouse will find me beautiful. Okay. തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും ഒരു പെട്ടെന്നൊരു ബ്രേക്ക് എടുക്കുന്നതായ ആവശ്യമുണ്ട്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വേഗത്തിൽ നമുക്ക് ഈ ചർച്ചയിലേക്ക് മടങ്ങി വരാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഈ ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. നാം ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം വിവാഹം അത് ശരിക്കും വളരെ തയ്യാറെടുപ്പോടുകൂടി വളരെ പ്രാർത്ഥനയോടുകൂടി ചെയ്യേണ്ടതായ ഒരു വിഷയമാണ്. അതുമാത്രമല്ല, നാം ഇന്ന് പൊതുവെ ഇന്ത്യയിലും കേരളത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും നാം പരിശോധിക്കുമ്പോൾ ദി ഡിവോഴ്സ് റേറ്റ് ഈസ് വെരി ഹൈ. Especially in the West, European countries, America. Don't forget about the West now. Let's worry about our own country. It is rampant. Is very high. Yes, it is very, very high. So I think the primary problem is that couples enter into marriage thinking that it is something disposable, like a glass or a plate. If it works, it works. If it doesn't work, it's okay, ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിസ്ത്യൻ കപ്പിൾസിൽ വേണ്ട. Christian youth should not enter into marriage with that kind of an attitude. But children suffer. Oh yes, they also suffer. 2 മാസം 3 മാസം ആയാലും എന്തൊക്കെയോ ഒരു ബോണ്ടിങ് ഉണ്ടാവും, എന്തൊക്കെയോ ഒരു കമ്പാനിയൻഷിപ്പ് ആയിട്ട് ഒരു ബോണ്ടിങ് ആയിട്ട് നമ്മൾ എന്തോ ഹൃദയൻ്റെ ഒരു തട്ടിയിട്ട് they touch our hearts. Yes, already it's come. And then when that breaks, it is such a tragedy, It is such a tragedy, so difficult. Then you have all those frustration, depression, all that. Not only that, maybe some couples separate after a while, maybe after the children have come. കുട്ടികൾക്ക് എത്ര traumatic ആണ്. Very traumatic for the children. We need to experience. So that is why I said no. One has to be responsible. Responsible for yourself, responsible for the institution of marriage which you have joined with your husband. Make the Lord the third strand in your marriage. Divorce is not an option. While getting married, one should never think that if this doesn't work, I'm going to divorce. I'm going to fix it. I'm going to work on it. We are going to work on it together. This is our life. ശരിക്കും തെറ്റായ ഒരൊറ്റ തീരുമാനത്തിൻ്റെ പേരിൽ ഭാവിയിൽ എത്രമാത്രം കഷ്ടപ്പാടാണ് അവർ സഹിക്കുന്നത്, എത്രത്തോളം പ്രയാസങ്ങൾ അവർ നേരിടുന്നു. ഒരു ചെറിയ തെറ്റായ ഒരു തീരുമാനം, പെട്ടെന്ന് കണ്ടു, സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു,
വേറൊരു വിശ്വാസം, ഡിഫറെന്റ് ഫെയ്ത്ത്, ഡിഫറെന്റ് ചേർച്ച്, ഡിഫറെന്റ് പേഴ്സൺ. അങ്ങനെ ഒരു തെറ്റായ ഒരു പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിന്റെ പേരിൽ ജീവിതത്തിൽ റെസ്റ്റ് ഓഫ് ദ ലൈഫ് ആ വ്യക്തി സഫർ ചെയ്യുകയാണ്. ആ വ്യക്തി വളരെ അത്രയും അങ്ങനെ കാണുന്ന ധാരാളം പേര് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. And on the other side, ഞാൻ കാണുമ്പോൾ there are also people who leave their faith, get yes. married to somebody yes. of another faith, just like and move on. how the wife of David yes. has taken away ദാവീദിന്റെ ഭാര്യമാര് ദാവീദിന്റെ ഹൃദയത്തെ വഞ്ചിച്ച് വിഗ്രഹങ്ങളിലേക്ക് തിരിച്ചവനെ മടക്കി കൊണ്ടുപോയതുപോലെ. So it's happening, and what is happening is maybe they are happy as a couple, but they don't have God in their life, and each of them is from a different faith. അപ്പോൾ കുട്ടികൾ ഏത് ഫെയ്ത്തിലേക്ക് പോകും? It is such a confusion. Should they go to, should they worship the Lord? മലയാളത്തിൽ ഇപ്രകാരം ഇണയില്ലാ പിണ ചേരരുത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ബൈബിളിലുണ്ട്, ഇണയില്ലാ പിണ ചേരരുത്. നമ്മൾ ശരിക്കും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യം, ഇഫ് യു ആർ മേക്കിംഗ് മിസ്റ്റേക്ക് ഇൻ ദ റൈറ്റ് ചോയ്സ്, ഈ ശരിയായ ഒരു തിരഞ്ഞെടുപ്പ് ഇവിടെ നടത്തിയില്ലെങ്കിൽ വളരെ വളരെ കഷ്ടതകൾ സഹിക്കേണ്ടി വരുന്ന ഒരു മേഖലയാണ് ഇതെന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഇന്ന് ഡിവോഴ്സ് റേറ്റ് ഇസ് വെരി ഹൈ ഈവൻ അമംഗ് ദ ക്രിസ്ത്യൻസ്. ദാറ്റ് ഈസ് സോ സാഡ്. ദൈവത്തെ അറിയാത്തവർ അങ്ങനെ പെരുമാറുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ ദൈവത്തെ അറിഞ്ഞു എന്ന് അഭിമാനിക്കുന്നവർ, അവരുടെ ആ ഒരു ഡിവോഴ്സ് റേറ്റ് among Christians today, yes. even in Kerala, it is so high. It is so high. No, the attitude about marriage is wrong. പറ്റില്ലെങ്കിലേ നിങ്ങൾ ഡിവോഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. It will happen maybe within a 2 months time. Yes, that within is what few I'm saying. weeks time. അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ അവർ വിചാരിച്ചിട്ടുണ്ടാവും പറ്റില്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആവാം. We'll try it out for some time. Everything is a trial basis nowadays. Everything. So, and instant gratification. എനിക്ക് പെട്ടെന്ന് 2 മാസം 3 മാസത്തിൻ്റെ ഉള്ളിൽ I am not satisfied, I am not happy. He is not giving me the happiness I want. She is not behaving the way I want. First of all, probably they have not prepared before. Okay. In the first session we said, no, they must pray. They must pray for a godly spouse. So that is the thing. Impulsive and immediate decisions made in a hurry. Sometimes these decisions are made even by the parents. എന്തോ തിരക്കായിട്ട്. നമ്മൾ ഈ ആഡ് കാണും, വിദേശത്ത് നിന്ന് ഒരാഴ്ച ലീവിന് വന്നു, അങ്ങനെ വരാറുണ്ട് ആഡ്. സംടൈംസ് it comes in the paper. ഒരു മാസത്തെ ലീവിന് വന്ന ക്രിസ്ത്യൻ യുവാവിന് യുവതിയെ ആവശ്യമുണ്ട്. They have very dangerous. Very dangerous. Immediately after marriage we will take you to states along with us. 1 month we have come. So if anybody is interested, please contact. So basically the job is more important than the spouse. Yes. It is happening. So അങ്ങനെ 1 മാസത്തിനുള്ളിൽ ഡിവോഴ്സ്ഡ് ആയി, സെപ്പറേറ്റഡ് ആയി, കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുക, ബന്ധപ്പെടുക, ഇങ്ങനെയുള്ളതായ ബുദ്ധിമുട്ടുകളിലേക്ക് അവർ പോവുകയാണ്. One more thing I want to talk about is, which is rampant today, I think even among Christian youth, is living together. Even before marriage. So that also is such a tragedy, because അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. It's not, you can always leave, na? They try that. Maybe they have done that before. That is why our program is God's plan for you. Yes. That is not God's plan for them. That is not God's plan for them. And living together will never satisfy you, because you always feel, I can always go off, or he can always go off. We can always separate. So it is not a marriage. It is just staying with a roommate or a flatmate. തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ നമ്മുടെ യുവജനങ്ങളൊക്കെ ചിന്തിക്കട്ടെ. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അവർ തിരിച്ചറിയട്ടെ, മനസ്സിലാക്കട്ടെ. ദൈവഹിത പ്രകാരം ജീവിക്കുവാനായി, ഈ വലിയൊരു ദുരന്തം ഒഴിവാക്കുവാനായി ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ ഈ ഒരു വിഷയം അവർ കൈകാര്യം ചെയ്യട്ടെ. ഇവിടെ കടന്നു വന്ന് ഇത്രയും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകിയതായ ഡോക്ടർ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട യുവജനങ്ങളെ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് നിങ്ങൾ ഈ കാര്യത്തിൽ ചെയ്യേണ്ടത്. ഈ വിഷയം വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ കൈകാര്യം ചെയ്യുക. ഒരു വലിയ ദുരന്തം, നാളെ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദുരന്തം ഒഴിവാക്കുവാനായി പ്രാർത്ഥനയോടെ നിങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കുക. ഒരു നല്ല തിരഞ്ഞെടുപ്പ് നടത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.